കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ഡൽഹിയിൽ സമരം നടത്തുമ്പോൾ വേദിയിൽ പിണറായി വിജയനൊപ്പം ഭഗവത് മന്നും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് അവർ സമരമുഖത്ത് സാന്നിധ്യമർപ്പിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മുഖം വീർപ്പിച്ച് കെറുവിച്ചു നിൽക്കുകയാണ്. ഇന്നലെ കർണാടക സർക്കാർ നടത്തിയ സമരത്തെ പിന്തുണച്ച വി.ഡി. സതീശൻ പക്ഷേ കേരളത്തിന്റെ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു. കർണാടക സർക്കാർ നടത്തിയ സമരത്തിൽ കേരളം നടത്തുന്ന സമരത്തിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പറഞ്ഞത് കേരളം അയൽ സംസ്ഥാനമാണ്, അവരെ ബഹുമാനിക്കുന്നു എന്നാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കേരളം നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. Kerala government has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. We respect them. They are contributing to the world's economy, country economy. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് മന്ത്രി കെ.ജെ. ജോർജും ഇന്നലെ പറഞ്ഞു. We are all out to come together and fight for the justice. We have to get whatever our share we have to get fairly. That is what we are doing. Whether Kerala, Tamil Nadu, Andhra or Telangana or any other states. കേരളത്തിലെ ഇന്റർണൽ മാറ്റേഴ്സ് ഞങ്ങളുടെ പാർട്ടി അപ്പോസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി അപ്പോസ് ചെയ്തിട്ടുണ്ടാവും. ഐ നോ ദാറ്റ് ഇസ് ദെയർ ഡിസിഷൻ. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സെൻട്രൽ ഗവൺമെന്റ് ഷെയർ. വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ലെസ്. വി ആർ എലിജിബിൾ ടു ഗെറ്റ് മോർ. ദാറ്റ്സ് വാട്ട് വി ആർ ദ തിങ്. ഇഫ് ദ സെയിം കോസ്റ്റ്, ഇഫ് നോട്ട് ഓൺലി കേരള, ഇഫ് അതർ സ്റ്റേറ്റ്സ് ഓൾസോ ടേക്ക്, വി ഹാവ് ടു സപ്പോർട്ട്. കേരളത്തിലെ ആഭ്യന്തര വിഷയങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറവാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം ഇന്നലെ കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞതൊന്നും പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് കേട്ടതായി നടിച്ചില്ല. കർണാടകയുടെ സമരത്തിന് പരിപൂർണ്ണ പിന്തുണ നൽകിയ സതീശൻ 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അഭിപ്രായപ്പെട്ടു. ഈ സമയത്ത് പഴയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 2015 ജനുവരിയിൽ കേന്ദ്ര സഹായത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസ്. അച്യുതാനന്ദനും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇടതുപക്ഷവും യു.ഡി.എഫും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്നാണ് ഇടതനുകൂല പ്രൊഫൈലുകൾ പറയുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടാനായി പ്രധാനമന്ത്രിയെ കാണാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം കൂടെയുള്ളത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് ചിത്രം പങ്കുവച്ച് അക്ബർ ഷാ കുറിച്ചു. ഇതേ ചിത്രം പങ്കുവച്ച് ഇന്ന് കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ സതീശനും കൂട്ടരും അതിന് ഇന്ധനം പകരുന്നു എന്നാണ് ജയലക്ഷ്മി എന്ന പ്രൊഫൈലിന്റെ ആരോപണം. ശ്രുതി എസ്. പങ്കജ്, ഇർഷാദ് മുണ്ടക്കയം, ഷക്കീർ ഇ.വി. തുടങ്ങിയവരും ഇതേ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിന്റെ ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിൽ പോയ ചിത്രം കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നാണ് സൈനുദ്ദീൻ ചോക്കാടിന്റെ കുറിപ്പ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഷൗക്കത്ത് അലി പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഒറ്റപ്പെടുമെന്ന് സിയാബ് ലാൽ കുറിച്ചു. ബി.ജെ.പിക്ക് വേണ്ടി കേരളത്തെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരാണ് യു.ഡി.എഫ് എന്ന് ജനം മനസ്സിലാക്കി തുടങ്ങി. ഫെബ്രുവരി 8 കഴിയുന്നതോടെ അത് കൂടുതൽ വ്യക്തമാവുമെന്നും സിയാബ് കുറിച്ചു.